പറയും. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുകയും അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന എല്ലാ നല്ലവരായ ആളുകൾക്കും അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ നീട്ടി സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, ഞാൻ ചുരുക്കുകയാണ്. ഇവിടെ ഉസ്താദ് ചൂണ്ടിക്കാണിച്ച 2-3 പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. നമ്മളെല്ലാവരുടെയും മനസ്സുകളിൽ അത് മനസ്സുകളെ സ്പർശിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. മനുഷ്യ ജീവിതം വളരെ ചെറിയതാണ്. വളരെ കുറഞ്ഞ കാലം മാത്രമേ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ഇതുപോലുള്ള ആയുസ്സുള്ളൂ. ഈ ആയുസ് ഒരു 70 വയസ്സ് വരെ ഒരു മനുഷ്യൻ ജീവിക്കുകയാണെങ്കിൽ അയാൾ ആകെ 25,567 ദിവസം മാത്രമാണ് ജീവിക്കുന്നത്. ദിവസത്തിന്റെ കണക്കിൽ നമ്മൾ ആരും കൂട്ടി നോക്കിയിട്ടുണ്ടാവില്ല. ആ 25,567 ദിവസത്തിൽ തന്നെ ഒരു 9,000 ദിവസം അദ്ദേഹം ഉറങ്ങും. ബാക്കി പുരുഷനാണെങ്കിൽ ഒരു 3-4 വർഷം മറ്റു കാര്യങ്ങളിലൊക്കെ ഷേവ് ചെയ്തും മുടിവെട്ടിയും വസ്ത്രധാരണം നടത്തിയൊക്കെ ആയിട്ട് 4-5 വർഷം അങ്ങനെ പോകും. പിന്നെ എല്ലാം കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് ഒരു 8,500 പകലാണ് നമുക്ക് വല്ലതും ചെയ്യാനായിട്ട്, കർമ്മ രംഗത്ത് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് വീണ് കിട്ടുന്നത് ഒരു 8,500 ദിവസങ്ങളാണ്. അതിനിടയിൽ നേരത്തെ അവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ അസൂയ വേണം, കുശുമ്പ് വേണം, അടിപിടി വേണം, ആക്രമം വേണം, കേസ് നടത്തണം, പല സംഭവങ്ങളും അതിനിടയിൽ നടക്കാനുണ്ട്. അപ്പൊ ഇതിനെല്ലാം കൂടി വളരെ പരിമിതമായ ഒരു ജീവിതം മാത്രമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്കൂടെ വീണ് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ഇച്ഛ കൊണ്ട് കിട്ടിയതല്ല, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഈ അതിബൃഹത്തായ അതിരുകളില്ലാത്ത ഈ മഹാപ്രപഞ്ചത്തിൽ നമുക്ക് വീണ് കിട്ടിയ ഏതാനും ദിവസങ്ങളാണ്. അതുകൊണ്ട് നമ്മളെല്ലാം ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. വളരെ സന്തോഷകരമായ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുവാൻ എല്ലാ ഒരുക്കങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെല്ലാം അതിന്റെ യഥാവിധി ആസ്വദിക്കുവാനും ആ സർവശക്തനായ പരമാധികാരമുള്ള രാജാധിരാജനായ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച് അവന്റെ പ്രവാചകന്മാരുടെ ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയായ ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തനുസരിച്ച് ജീവിക്കുവാൻ എല്ലാ ജനവിഭാഗങ്ങൾക്കും സമാധാനവും സന്തോഷവും നൽകുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ഒരു നല്ല അന്തരീക്ഷമാണ്, ശാന്തിയുടെ തീരമാണ് ഈ മസ്ജിദും എല്ലാ മസ്ജിദുകളെ പോലെ. നമുക്ക് പള്ളികളിലൊക്കെ പോകുമ്പോൾ ഒരു ശാന്തി, ഒരു പ്രത്യേകമായ മാനസികമായ അന്തരീക്ഷം കിട്ടുന്നത് അവിടെ അങ്ങനെ നിരന്തരമായി പ്രാർത്ഥന കൊണ്ടാണ്. ആ പ്രാർത്ഥന കൊണ്ട് തരംഗങ്ങളിൽ ഉണ്ടാകുന്ന, വായുവിലും ജലത്തിലും ഒക്കെ ഉണ്ടാകുന്ന തരംഗത്തിന്റെ ഫലമായിട്ട് ആ വൈബ്രേഷൻ കൊണ്ടാണ് നമുക്ക് അവിടെ ശാന്തി ലഭ്യമാകുന്നത്. അപ്പോൾ നല്ല മനസ്സുരുകി ഹൃദയം തുറന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ സർവവും സമർപ്പിച്ച് ജീവിതം തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന സമാധാനം അവിടെ കയറി ചെന്നാൽ തന്നെ ആർക്കും അനുഭൂതി ദായകമാകുന്ന ഉറപ്പാണ്. അങ്ങനെയുള്ള ശാന്തിയുടെ ഒരു കേന്ദ്രം കൂടി, അള്ളാഹുവിന്റെ ഒരു ഭവനം കൂടി സ്ഥാപിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് അതിനുവേണ്ടി സഹായിച്ച, അതിനുവേണ്ടി പ്രവർത്തിച്ച, അതിനുവേണ്ടി ഒത്താശ ചെയ്ത, അതിനുവേണ്ടി സാമ്പത്തിക സഹായം ചെയ്ത, അത് കാണാനും അതിന്റെ സദസ്സിൽ പങ്കെടുക്കുവാനും അറേബ്യയിൽ നിന്നിവിടെ വന്ന എല്ലാ സഹോദരന്മാരും ഉൾപ്പെടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും കൈറാക്കട്ടെ എന്ന് മാത്രം ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ എന്റെ വാക്കുകളോട് സഹകരിക്കുന്നു. അസ്സലാമു അലൈക്കും.